ഞാൻ ആര്? നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഉത്തരം കിട്ടാതെ കൺഫ്യൂഷനായിരിക്കുന്ന ഒരു ചോദ്യം കൂടിയാകാം ഇത്. നമ്മൾ ഓരോ വ്യക്തികളും മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട് ഓരോ ഘട്ടങ്ങളായി നമ്മൾ ഈ ഭൂമിയിൽ വളരുന്നു. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീൻസ്, അതുപോലെ നമ്മൾ വളരുന്ന സാഹചര്യമാണ് നമ്മളെ നാമാക്കി മാറ്റുന്നത്. ഞാൻ ആര് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നമ്മൾക്കൊന്ന് ചിന്തിച്ചാൽ നമ്മൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് അഥവാ നമ്മൾ നമ്മെപ്പറ്റി എന്ത് വിശ്വസിക്കുന്നു, നമ്മെക്കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് എന്നുദ്ദേശിക്കുന്നത്. ഞാൻ ആര് എന്ന ചോദ്യത്തിന് നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവായ കുറേ കാര്യങ്ങളാണോ അതോ നെഗറ്റീവായ കുറേ വാക്കുകളാണോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? നാം ഇത് ആലോചിച്ചപ്പോൾ കുറേ പോസിറ്റീവ് വാക്കുകൾ, അതായത് ഐ എം കൈൻഡ്, എനിക്കിത് കഴിയും, ഐ എം സ്മാർട്ട്, ഐ എം കോൺഫിഡൻറ്റ് എന്നുള്ള വാക്കുകളാണോ നമ്മുടെ മനസ്സുകളിലേക്ക് വന്നത്? അതോ കുറേ നെഗറ്റീവ് വാക്കുകൾ, അതായത് എനിക്ക് കഴിയുകയില്ല, ഐ എം നോട്ട് സ്മാർട്ട് ഇനഫ്, ഐ എം നോട്ട് കോൺഫിഡൻറ്റ് എന്നുള്ള വാക്കുകളാണോ നമ്മുടെ മനസ്സുകളിലേക്ക് വന്നത്? നമ്മൾ നമ്മളെക്കുറിച്ച് പറയുന്ന ഈ വാക്കുകൾ നമ്മൾ വളരുന്ന സാഹചര്യത്തിൽ നിന്ന്, നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കേട്ട വാക്കുകളാണ് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റായി നാം പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. നമ്മളൊരു ഹെൽത്തി അഡൽട്ടായി വളരുന്നത്, ഹെൽത്തി അഡൽട്ടായി മാറുന്നത് നമ്മൾ ഈ കേൾക്കുന്ന വാക്കുകളാണ്. എൻ്റെ ചുറ്റും ഞാൻ കേൾക്കുന്ന ഓരോ വാക്കുകളും അത് ഞാൻ എന്നെക്കുറിച്ച് വിശ്വസിക്കുന്നു. ഒരു ബ്ലെസ്ഡ് സിറ്റുവേഷനിലാണ് നമ്മൾ വളർന്നതെങ്കിൽ അതെന്തൊരു ബ്ലെസ്ഡ് കാര്യമാണല്ലേ. എന്നാൽ സ്നേഹം കൊതിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വളർന്നതെങ്കിൽ ഇതൊരിക്കലും എനിക്കിത് മാറ്റാൻ കഴിയില്ല, എൻ്റെ സെൽഫ് കോൺസെപ്റ്റ് എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ പോകും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാട്ടെ. ഐ എം നോട്ട് കൈൻഡ്, ഐ എം നോട്ട് സ്ട്രോങ് എന്നീ വാക്കുകളാണോ നമ്മൾ പറയുന്നതെങ്കിൽ ഇത് നമ്മൾക്ക് മാറ്റാൻ കഴിയും. നമ്മൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് എന്താണോ നമ്മൾ കൊതിച്ചത്, അത് നമ്മൾ നമ്മളോട് തന്നെ പറയുക. ഐ ആം സ്ട്രോങ്, ഐ ആം കൈൻഡ്, ഐ ആം കമ്പാഷനേറ്റ്, ഐ ആം ടാലൻറ്റഡ്, ഐ ആം ബ്യൂട്ടിഫുൾ. എന്താണോ നമ്മൾ നമ്മളെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്ക് എഫേർട്ട്ഫുള്ളായിട്ട് നമ്മളോട് തന്നെ പറയുക. എന്നാൽ പലപ്പോഴും നമ്മുടെ നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് പിന്നെയും വരാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ അതിനെ മറികടന്ന് എഫേർട്ട്ഫുള്ളായി നമ്മൾക്ക് നമ്മുടെ ആത്മവിശ്വാസത്തെ, നമ്മൾ നമ്മളിൽ എന്താണോ വിശ്വസിക്കുന്നത് അത് നമുക്കൊന്നുകൂടി ഉറപ്പിച്ചെടുക്കാം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഗിഫ്റ്റാണ്. ആ കുട്ടികളെ വളരെ നല്ലൊരു ഹെൽത്തി അഡൽട്ടിലേക്ക് ആക്കുന്നതും അവരുടെ സെൽഫ് കോൺസെപ്റ്റിനെ മോൾഡ് ചെയ്യുന്നതും നിങ്ങൾ ഓരോരുത്തരുമാണ്. കുട്ടികളെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ലഭിച്ചത് ഒരു ഗിഫ്റ്റ് എന്ന് കരുതി തന്നെ കണ്ടീഷൻസ് ഒന്നുമില്ലാതെ തന്നെ അവരെ സ്നേഹിക്കുക. അവരുടെ സെൽഫ് കോൺസെപ്റ്റ്, അവരെങ്ങനെയാണോ വളരുന്നത്, അവരവരെക്കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണോ, ഇതെല്ലാം നിങ്ങളുടെ വാക്കുകളാണ്. നിങ്ങൾ അവരെക്കുറിച്ച് എന്താണോ പറയുന്നത് അതവർ വിശ്വസിക്കുകയും അതവർ അവരെക്കുറിച്ച് പറയുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പലരും ചിലപ്പോൾ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സ്നേഹം കൊതിച്ചിട്ടും അതിനായി ആഗ്രഹിച്ചിട്ടും ആ ഒരു സാഹചര്യം കിട്ടാതെ വളർന്നവരായിരിക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരു അഡൽട്ടായി മാറിയെങ്കിലും നിങ്ങളുടെ സെൽഫ് കോൺസെപ്റ്റ് പലപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവം നമുക്കുണ്ട്. ഒരു നല്ല പിതാവാണ് നമ്മളെ സൃഷ്ടിച്ചത്. വചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെ അതിശയകരവും ഭയങ്കരവുമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ ദൈവം നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ തന്നെ നമ്മളെ കണ്ടൊരു ദൈവമുണ്ട്. നമ്മളെ പേർ ചൊല്ലി വിളിച്ച ദൈവം. വചനം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ഗുണങ്ങളാണ്, ആ ദൈവത്തിൻ്റെ സാദൃശ്യമാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൽഫ് കോൺസെപ്റ്റും അതനുസരിച്ച് മാറാം. നമ്മുടെ ലോകത്തിലെ പിതാവോ മാതാവോ നമ്മൾക്ക് ചിലപ്പോൾ സ്നേഹം തന്നില്ല എന്ന് നമുക്ക് തോന്നിയാലും നമ്മളെ സൃഷ്ടിച്ചതായ ദൈവം, നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു പേർപ്പസ് ഉണ്ട്. നമ്മളെ ഈ ലോകത്തിൽ ആക്കിയതിന് ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസിൽ നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് തോന്നിയാൽ അതിനെ പോസിറ്റീവ് ആക്കാൻ എന്താണോ നമ്മുടെ സ്വർഗത്തിലെ നല്ല പിതാവ് നമ്മളോട് പറയുന്നത് അത് നമ്മൾക്ക് കേൾക്കാം. അത് നമ്മുടെ സെൽഫ് ടോക്കും സെൽഫ് കോൺസെപ്റ്റുമായി മാറിയാൽ ഈ ലോകത്തിൽ നമുക്ക് കോൺഫിഡൻസോടെ ദൈവത്തിൻ്റെ മക്കളെന്ന്, ഞാൻ ദൈവത്തിൻ്റെ മകൾ, മകൻ എന്ന് തന്നെ പറഞ്ഞ് നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. May God bless all of you. Thank you for watching this video.
ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു ഓൾ.